ഹലോ ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഇന്നലത്തെ വീഡിയോയിലൂടെ. സത്യം. അതായത് ഒരു കണ്ടന്റ് ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്നുള്ളതൊന്നും ജനങ്ങൾക്ക് പോലും, അതായത് വിമർശിക്കുന്നവർക്കുണ്ടോ, എല്ലാവർക്കും അല്ല, വിമർശിക്കുന്നവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, സമൂഹത്തിലേക്ക് ഏത് ടൈപ്പുള്ള സാധനമാണ് എത്തേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, കാരണം നമ്മുടെ വീഡിയോന്റെ അടിയിൽ തന്നെ നമ്മൾ കമന്റ്സ് കുറെ വന്നിട്ടുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലാതെയും ഒക്കെ വന്ന കമന്റ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ ചിലത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സാധനമാണ്. അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, പറഞ്ഞു തരാം. അതായത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പോയിന്റ്സുകൾ ഇതൊക്കെയാണ്. ഇത് പ്രത്യേകം പറഞ്ഞില്ല എന്താണെന്നറിയോ, വീഡിയോ ഫുള്ള് കാണൂല, പറയാനുള്ളവർ അഭിപ്രായം പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അതാണ് കമന്റ്സ് വരും, ഫുള്ള് കണ്ടിട്ടില്ല വീഡിയോ. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ ഇന്ന കാര്യങ്ങൾ, ഇന്നതിനുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഫുള്ളായിട്ട് കണ്ടവരും ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ക്ലാരിറ്റി കിട്ടും. പക്ഷെ അതില്ലാത്തവർ നിങ്ങളും ചെയ്തത് സെയിം അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് ഫസ്റ്റ്, അതായത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, പറഞ്ഞുതരാം. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഇത് തന്നെയാണ്, നിങ്ങൾ ചെയ്തത് സെയിം അല്ലേ എന്നുള്ള സാധനം. അതൊന്ന് പറയാനുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾക്കും ഇത് കണ്ടന്റ് അല്ലേ, അതും പറയാനുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, യൂട്യൂബർ ആയതുകൊണ്ടല്ലേ, അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ഒരാളെ പറഞ്ഞപ്പോൾ പൊള്ളി, അതിനും പറയാനുണ്ട്. അടുത്തത്, ഇത് കണ്ടന്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ, അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. അതായത് ഇപ്പോ കുറെ ആൾക്കാര് പലതും പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. അതായത് ചിലർക്ക് അറിഞ്ഞൂടാ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പോലും അറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് ഇവര് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്തൂടെ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. അതാണ് അതിനുള്ള ക്ലാരിഫിക്കേഷൻ കൂടെ പറയാം. ഓക്കെ, ഇത് പിന്നെ പറയണ്ടേ എന്ന് പറയുന്ന കുറച്ച് ഇത് പറയണ്ടേ, അതിനെ കുറിച്ചും പറയാനുണ്ട്. അടുത്തത്, കമന്റ് സെക്ഷനിൽ വന്ന് വീഡിയോ ചെയ്യാൻ പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യണം. അതായത് ചിലര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചിലര് അങ്ങനെ കമന്റ്സ് ഇട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് കമന്റ് വരികയാണ്, ഏത് നിങ്ങളിത് ചെയ്യണം 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 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് എടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ആ വീഡിയോ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഓക്കെ, നിർബന്ധിതരാകുമോ എന്നുള്ളത് നമുക്ക് പറയാം. പിന്നെ ഇത് എഴുതി പോസ്റ്റ് ചെയ്താൽ പോലെ വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഈ വിഷയത്തിൽ മാത്രം എന്താണ് പ്രതികരണം? ഈ വിഷയത്തിൽ മാത്രം നമ്മൾ എന്തുകൊണ്ട് പ്രതികരിച്ചു? മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനൊന്നും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത്. എന്നാ ഫസ്റ്റത്തെ സാധനം തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ചെയ്തതും സെയിം അല്ലേ? ഞങ്ങൾ ചെയ്ത സെയിം അല്ല. അതെങ്ങനെ സെയിം ആവും? അതായത് ഞങ്ങൾ ചെയ്തത്, ആ ആൾക്കാര് ഇപ്പോ ഒരു യൂട്യൂബർ, ആളുടെ വൈഫ് ഇന്ന കാര്യങ്ങളായിട്ട് ഇന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് നടന്നു എന്നുള്ളത് വീഡിയോ ചെയ്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ചെയ്തിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള വീഡിയോ അല്ല. അങ്ങനെ ആ വിഷയത്തിൽ വീഡിയോ ഇട്ട ആൾക്കാർക്കെതിരെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് യൂട്യൂബിൽ അതൊരു കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്ത ആൾക്കാർക്കെതിരെയാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അതായത് ഞങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് സെയിം അല്ല. അവർ ചെയ്തിരിക്കുന്നത് ഇന്ന വിഷയത്തിൽ അവർ ഇന്ന സമയത്ത് പോയി, ഇങ്ങനെയാണ് പോയത്, അവർ പോയപ്പോൾ അവർ ധരിച്ചിരുന്ന ഡ്രസ്സിന്റെ കളർ ഇതാണ്, അവർ ഇറങ്ങിപ്പോയ സമയം എപ്പോ, ആരുടെ കൂടെ, അവർ എങ്ങനെയാണ് പോയത്, അവർ യൂസ് ചെയ്ത വണ്ടി എന്ത്, എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു, മറ്റുള്ളവർ എന്ത് പറഞ്ഞു, അടുത്തുള്ള അയൽവകക്കാരെന്ത് പറഞ്ഞു, ഇതൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്ന വീഡിയോ. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്തവർക്കെതിരെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതും ഞങ്ങൾ അവരുടെ പേരൊന്നും പരാമർശിക്കാതെയാണ് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കമന്റ് ഇടുന്നവരായാലും, പോസ്റ്റ് ഇടുന്നവരായാലും, റീൽസ് ഇടുന്നവരായാലും, യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർ ആരായാലും അവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വ്യത്യാസമുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ കണ്ടന്റില് നമ്മൾ ഇന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടില്ല, അവരുടെ ഫോട്ടോ യൂസ് ചെയ്തിട്ടില്ല, തമ്പനയിൽ അവരെ യൂസ് ചെയ്തിട്ടില്ല, ഇനി നമ്മൾ വിമർശിച്ച ആൾക്കാരത് പോലും യൂസ് ചെയ്തിട്ടില്ല. നമ്മളിത് കോമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോ നമ്മള് തമ്പനയിൽ ആരെങ്കിലും ഒക്കെ കാണിച്ചു എന്ന് അവർക്കെതിരെയാവും വീഡിയോ. തീർച്ചയായിട്ടും മറ്റുള്ളവർ രക്ഷപ്പെട്ടു. നമ്മൾ ഒരാൾക്കെതിരെ മാത്രമല്ല, അല്ല, മൊത്തത്തിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോ തന്നെ ഇങ്ങനെ സംസ്കാരം വളർന്നു വരുന്നു. അങ്ങനെ, അതായത് ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായി, അത് മറ്റൊരാളുടെ ലൈഫിനെ എന്തുമാത്രം ബാധിക്കുമെന്ന് പോലും നോക്കാതെ ചാടിക്കേറി
ഈ രീതിയിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്കെതിരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന ആള് നമ്മൾ ഒരാളെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, എല്ലാരും പെട്ടിട്ടുണ്ട്. എല്ലാരും ഈ പറയുന്നത് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ ഇതേപോലെ വീഡിയോ ഞങ്ങൾ ചെയ്യാറില്ല, ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരെ അതിനകത്ത് പെടും. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ അതിൽ പെടും. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്തത് നിങ്ങൾക്കിത് കണ്ടന്റ് അല്ലേ? ഞങ്ങൾക്കത് ഒരിക്കലും കണ്ടന്റ് അല്ല. അങ്ങനെ കണ്ടന്റ് ആണെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിൽ ഞങ്ങൾക്ക് എത്ര സബ്ജക്ട്, എന്തോരം സബ്ജക്ട് ഡെയിലി വരുന്നു, എന്തോരം വീഡിയോ ഞങ്ങൾക്ക് എന്തോരം ചെയ്യാ. ഞങ്ങള് ബിഗ് ബോസിന്റെ റിവ്യൂ കഴിഞ്ഞ് ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ ഞങ്ങൾ അടുത്ത ബിഗ് ബോസിന്റെ സമയത്ത് ഞങ്ങൾ ഇതിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ. പിന്നെ ഇപ്പൊ ഇതിനകത്തൊരു ഈ പറഞ്ഞ പോയിന്റിനകത്തുള്ള ഒരു സാധനം തന്നെയാണ് പുഷ് ചെയ്യുന്നതിനെ പറ്റി. നമുക്ക് ഒരുപാട് പുഷ് ചെയ്ത് വീഡിയോസ് വരാറുണ്ട്, ഇത് ചെയ്യുക അത് ചെയ്യുന്നു. ഞങ്ങൾ ആ വഴിക്ക് തന്നെ പോവാറുണ്ട്. നമുക്ക് അങ്ങനത്തെ സാധനത്തിനകത്ത് ഇടപെടണ്ട എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ എടുത്തിരിക്കുന്ന തീരുമാനം. അതായത് അത് ഓരോരുത്തരും വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു നാട്ടിലുണ്ടാവുന്ന സംഭവത്തെ കുറിച്ചായിരിക്കും, അതിനകത്ത് ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ധാരണ കിട്ടുന്നത് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്താണ്. ഞങ്ങൾ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഓൺ എയർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ. അതിൽ ഞങ്ങൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് ലോക ചെറ്റത്തിലാണ്. പക്ഷെ ആ ചെയ്യുന്ന വീഡിയോസ് അന്ന് ഒരു തേർഡ് കണക്ഷൻ വരുമ്പോഴാണ്, അത് പറയട്ടോ, അത് വേറൊരു സബ്ജക്ട് ഇതിൽ വരുന്നുണ്ട്, അതങ്ങനെ ആ സമയത്ത് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനത്തെ ഒരു ന്യായീകരണം നമുക്ക് വീഡിയോ ചെയ്യാം എന്നുള്ള ലെവലിൽ ന്യായീകരിക്കാൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ന്യായീകരണത്തിന്റെ പോയിന്റ് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യുന്നത് ചെറ്റത്തരം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ആ പരിപാടി നിർത്തിയതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് കണ്ടന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്യായിരുന്നു. ഇപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുടുംബക്കാരനാണ്, അതായത് ജുനൈദ് എന്ന് പറഞ്ഞൊരു മറ്റേ പാട്ടിനെ ആക്ഷൻ കാണിച്ച് ഡാൻസ് ചെയ്തിരുന്ന നമ്മുടെ കുടുംബക്കാരനാട്ടോ. അതായത് കുടുംബക്കാരൻ മാത്രമല്ല, നമ്മുടെ വീടിന്റെ 4-5 വീട് അപ്പുറത്താണ്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ സർക്കിളിലുള്ള ഒരാളും കൂടിയായിരുന്നു. ആള് മരിച്ചുപോയി ആക്സിഡന്റിൽ. അന്ന് പലതും പറഞ്ഞ് വീഡിയോ ഇട്ടു, പലരും നമ്മളെ വിളിച്ചിട്ടുമുണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും വലിയ ആധികാരികത ഒരാൾക്കും കിട്ടൂല. ശരിക്കും ഞങ്ങൾക്ക് ആ വീഡിയോ ഇടായിരുന്നല്ലോ, കാരണം ഇവന്റെ റിലേറ്റീവ് ആണ്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾക്ക് ഇത്ര കുറഞ്ഞ ഒരു 3-4-5 വീടിന്റെ അപ്പുറത്ത് കിടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഞങ്ങള് പറയുന്നതിന്റെ അത്ര എന്താണെങ്കിലും ഞങ്ങൾക്ക് അത് എന്തുമാത്രം റീച്ച് കിട്ടും ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ മാത്രല്ല അത് എല്ലാവരും, അതായത് ആ വീഡിയോ കണ്ടന്റ് ഇടാൻ പറ്റില്ല എന്നുള്ളതല്ല, അത് ഇടാം. കാരണം ഒരു ആക്സിഡന്റ്, അതിലെ ദുരൂഹത ന്യൂസ് ആവുന്ന വലിയൊരു സംഭവമാണ്, അത് വേറൊരു സബ്ജക്റ്റാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് റീച്ചിന് വേണ്ടി അല്ല കണ്ടന്റിന് വേണ്ടിയാണെങ്കിൽ. പക്ഷെ ഞങ്ങള് കണ്ടന്റിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു കണ്ടന്റ് കിട്ടിയല്ലോ നമുക്ക് റീച്ച് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോ എങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങൾ വന്ന ഇതുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, ഞങ്ങളത് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊന്ന്, അതായത് നമുക്ക് കണ്ടന്റിനായിരുന്നെങ്കിൽ റീച്ചിന് ഭയങ്കര റീച്ചൊക്കെ കിട്ടി നല്ല പൈസ ഉണ്ടാക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് മെയിൻ ചാനൽ അപ്പുറത്തൊന്നുണ്ട്, എന്റർടൈൻമെന്റ് കിഴി എന്നാണ് ആ ചാനലിന്റെ പേര്. അതിൽ നമുക്ക് വീഡിയോ ചെയ്യാമായിരുന്നു. സത്യം. പിന്നെ അത് മാത്രമല്ല, തമ്പനയിൽ നമുക്ക് ഇവരുടെയൊക്കെ പേര് യൂസ് ചെയ്യാമായിരുന്നു. സെർച്ചിങ് ഓപ്ഷനിൽ ഇന്ന ആൾക്കാരുടെ പേര് യൂസ് ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല റീച്ച് കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാമായിരുന്നു. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആവശ്യമില്ലെന്നേ, നമുക്ക് പറയണം ഇതിന് ഇങ്ങനത്തെ ഒരു കാരണത്തിനോട് നമുക്ക് പ്രതികരിക്കണം തോന്നി, അത് നമ്മൾ പ്രതികരിച്ചു. പിന്നെ ഇത് പ്രതികരിച്ചതിന് ശേഷം ഇപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഇത് നിങ്ങൾ ചെയ്തതും സെയിം അല്ലേ എന്നുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടാണോ വീഡിയോ ചെയ്യുന്നത്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതെ, നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ എന്താണ് എന്ന് ജനങ്ങള് കുറച്ചാൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. പലർക്കും ഒറ്റ ചിന്തയുള്ളൂ, നിങ്ങളും ചെയ്യുന്നത് അതല്ലേ, ഞങ്ങൾ ചെയ്യുന്നത് അതല്ല. ഞങ്ങൾ ചെയ്യുന്നത് ഇതിനെ ഏത് രീതിയിലായാലും ന്യായീകരിച്ചോ എതിർത്തോ, ഒന്നെങ്കിൽ ഇന്ന ആളുടെ കൂടെ, അല്ലെങ്കിൽ അവർക്കൊന്നും സംഭവിക്കല്ലേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നെങ്കിൽ ആശ്വാസവാക്ക്, ഈ രീതിയിൽ എന്നിട്ട് അവരുടെ കാര്യങ്ങൾ മൊത്തം വിളിച്ച് പറയുന്ന ഒരു വീഡിയോ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അവരെ കുറിച്ച് ഇവർ വീഡിയോ ഇട്ടപ്പോൾ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ കാര്യം അല്ല പറഞ്ഞിരിക്കുന്നത്, അവരെ കുറിച്ച് പറഞ്ഞ ആൾക്കാരെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അതെ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വളരെ അപൂർവമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് അവരോട് ചോദിക്കുമ്പോൾ എന്തിന് നിങ്ങൾ ഈ വീഡിയോ ഇട്ടു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം, ഇങ്ങനത്തെ സാഹചര്യം വന്നിട്ടുള്ളത് ഇപ്പോഴാണ്. ഇതിനു മുൻപ് നമ്മൾ ബിഗ് ബോസിന്റെ
അല്ല നമ്മള് യൂട്യൂബേഴ്സിന്റെ കാര്യത്തിലാണ് ഇത്ര വലിയ അത് ഉണ്ടാക്കുന്നതെങ്കിൽ യൂട്യൂബ്, അതായത് യൂട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചതെങ്കിൽ അങ്ങനത്തെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പൊള്ളി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയാം. ഇപ്പോൾ ഇതിനു മുൻപ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ബിഗ് ബോസിന്റെ ഏതാണ് സീസൺ, കഴിഞ്ഞ സീസൺ 7 അതില് ഒരു പ്രമുഖ നടനും പിന്നെ ഒരു RJ ആയിട്ടുള്ള ഒരാളും ഇവർ തമ്മിൽ എന്തൊക്കെ അതിനകത്ത് നടന്ന കോൺട്രവേഴ്സി, അതിനുശേഷം പുറത്ത് ഇവർ ഏതോ എയർപോർട്ടിലുള്ള സമയത്ത് ഉള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ വളരെ മോശമായ ഒരു വീഡിയോ ആൾക്കാർ ഇത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന കുറെ ആൾക്കാർ പ്രചരിപ്പിച്ചു. അവരെല്ലാരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു. അപ്പൊ വളരെ മോശമായിട്ട് തോന്നിയത്. അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അല്ലാത്ത സമയങ്ങളിൽ നെഗറ്റീവും, പോസിറ്റീവായ സമയത്ത് പോസിറ്റീവ് പറഞ്ഞു കേട്ടോ, അതിന്റെ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. ഇവരെ ഞങ്ങള് കൂടുതൽ ഹേറ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അതായത് അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടിട്ട് അതിനെ ഞങ്ങൾ ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവർ പുറത്തിറങ്ങുമ്പോൾ നമുക്കത് യൂസ് ചെയ്യായിരുന്നു. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ആ സമയത്ത് അവരുടെ കൂടെ നിന്ന് അവർക്കെതിരെ നിങ്ങളിത് കേസ് കൊടുക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം എന്താ അറിയോ, അവരുടെ പേഴ്സണൽ കാര്യം ആരാണിത് വീഡിയോ എടുത്തത്, ഒന്ന് അത് പ്രചരിപ്പിക്കാൻ, അത് പ്രദർശിപ്പിച്ച് സ്വന്തം മുഖമൊക്കെ വെച്ചിട്ട് ഇവർ വീഡിയോ ചെയ്യാണ്, അവരങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് അതിൽ ഈ വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടുത്തിയിരിക്കുക. എന്താണ് അതിനുള്ള അർഹത, ആരാണ് ഇതിന് അനുവാദം കൊടുത്തത് എന്നുള്ളത് ഞങ്ങൾ അന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അന്നും വന്നിട്ടുണ്ട് ഇതേപോലെ കമന്റ്. അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന, നിങ്ങൾ ഇങ്ങനത്തെ സംഭവം അല്ല ചെയ്യുന്നത് വെച്ചിട്ട് ഇതേ കമന്റ് വന്നു. അന്ന് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഷോയിന്റെ ഉള്ളിലുള്ള സമയത്തെ കുറിച്ച് മാത്രം നമ്മൾ വീഡിയോ ചെയ്തു. അല്ലാതെ ഇവരുടെ ആരുടെയും പേഴ്സണൽ ലൈഫിൽ കയറി പോയിട്ട് അവരെന്തെടുക്കായിരുന്നു ഇവരെന്തെടുക്കായിരുന്നു നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചെയ്യലുമില്ല. ഇപ്പോഴും അവർക്കെതിരെ മറ്റുള്ളവർ വീഡിയോ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അവിടെ പ്രതികരിച്ചത്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ബിഗ് ബോസിനകത്തുള്ള ഇവരുടെ കളിനെ എതിർത്തിരുന്ന ആൾക്കാരാണ്. അതെ, ഏറ്റവും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് അവർക്ക് ഇങ്ങനെ സംഭവം വന്നപ്പോ അവിടെ ഞങ്ങൾ അവർക്കൊപ്പം നിന്നത്. കാരണം അത് ചെറ്റത്രാണ്. ആ വീഡിയോ എടുക്കുന്നതും പാടില്ല, അത് പ്രചരിപ്പിക്കാനും പാടില്ല. ആ പ്രചരിപ്പിച്ച വീഡിയോ എടുത്ത് പബ്ലിക്കാക്കി വീഡിയോ ചെയ്യുന്നു. എന്താന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുപോലത്തെ ഒരു ഘട്ടാണ് ഈ ഒരു സാധനം. കാരണം ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രേണുസുതിക്ക് അസുഖം വന്ന സമയം, ഇതിപ്പോ നമ്മൾ പേര് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേര് യൂസ് ചെയ്യാം. കാരണം അവർ സമൂഹത്തിന് മുന്നിലേക്ക് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ, എനിക്ക് സുഖമില്ല എന്നുള്ള രീതിയിൽ ആള് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ നേരിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ വന്നപ്പോ നമുക്ക് അതിനെ കുറിച്ച് രേണുസുതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതി നമുക്ക് സംസാരിക്കാം, അതിനെ കുറിച്ച് വീഡിയോ അതെ ആർക്കും ചെയ്യാം. അതാർക്കും ചെയ്യാം. അപ്പൊ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരാണ് പെർമിഷൻ തന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റൂല. കാരണം അവർ നേരിട്ട് പബ്ലിക്കിലേക്ക് ഒരു സ്റ്റോറി വഴിയോ ഒരു കമന്റ് വഴിയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വഴിയോ അല്ലെങ്കിൽ അവരുടെ തന്നെ ചാനലോ അല്ലെങ്കിൽ അവരുടെ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയോ അവരൊരു സംഭവം പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ വീഡിയോ മറ്റുള്ളവരിടുന്നതിന് നമുക്ക് ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവര് നമ്മുടെ മുന്നിലോട് തന്നതിന് ശേഷമാണ് അവർ ആ വീഡിയോനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ആര് എന്ത് പെർമിഷൻ കിട്ടിയിട്ടാണ് ആരാണ്? അതെ, ഇപ്പൊ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ പറയുന്നതും അവരെ കുറിച്ചാണെന്നുള്ളത് വ്യക്തമല്ലേന്ന്. അത് വ്യക്തമാകുന്നത് എങ്ങനെ? നിങ്ങൾ ഇതിനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയോ? അതായത് നമ്മുടെ ഇതില് ഒരാളെ കുറിച്ചും പരാമർശിച്ചിട്ടില്ല, ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്ന സംഭവം ഇന്ന രീതിയിൽ നടന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഒരു പേരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ആളിലേക്ക് ഇത് പോകുന്നത് എങ്ങനെ? നിങ്ങൾ ഇത് അറിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾ എങ്ങനെ ഇത് അറിഞ്ഞത്? സോഷ്യൽ മീഡിയ തുറക്കുന്നു, ആ തുറക്കുന്ന സമയത്ത് കുറെ പോസ്റ്റുകൾ വരുന്നു, ഇവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇത് സത്യമാണോ, എന്തോ കേട്ടു, സത്യമാണോ, ഇങ്ങനെ ചോദ്യം. ആദ്യം കുറച്ച് കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞപ്പോ സത്യമാണെന്ന് തോന്നുന്നു, ഇത് സത്യമാകല്ലേ എന്ന പ്രാർത്ഥന. പിന്നുള്ളത് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കണോ? സോഷ്യൽ മീഡിയ പിന്നെ ഫുൾ ഇത്. അങ്ങനെ നാട്ടുകാർ മൊത്തം ഇത് അറിയുന്നു, എന്താ അവർക്ക് സംഭവിച്ചത്, ഇത് സത്യമാണോ? പിന്നെ അവർ അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ തന്നെ ഒരു ആളുടെ പേഴ്സണൽ കാര്യത്തിലുണ്ടായ കാര്യം നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ അതിന്റെ സത്യം തേടി പോയിട്ട് നിങ്ങൾ തന്നെ പറയാണ് എന്ത്, നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് ഇന്ന ആളെ കുറിച്ചാണ് ഞങ്ങൾക്ക് മനസ്സിലായിന്ന്. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നമ്മളിപ്പോ ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, സംഭവിച്ചു എന്ന് പറയുന്നത്. ഇത് ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അല്ലെങ്കിൽ ഞങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവില്ല. ഞങ്ങളിപ്പോ
അതിൽ ആ വിക്ടിമായിട്ടുള്ള രണ്ടാൾക്കാർ, ആ പെൺകുട്ടിയും ആ പയ്യനും. അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ആൾക്കാരാണ് മനസ്സിലായത്. ഇപ്പുറത്ത് ഞങ്ങൾ കുറെ ആൾക്കാരെ പേരെടുക്കാതെ ഇവരെ പോലെ തന്നെ പേര് പറയാതെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അവരെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പലരും പറയുന്നുണ്ട് അത് ഇന്ന ആളല്ലേ, ഇന്ന യൂട്യൂബർ അല്ലേ, പിന്നെ ഇന്ന ആളെ കുറിച്ചല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ ചോദിച്ചിട്ട് കൺഫ്യൂഷൻ വർക്ക്. എന്നിട്ട് അതിന് താഴെ കമന്റ്സിന്റെ താഴെ തന്നെ വേറെ കമന്റ്സ്, ഇന്ന ആളെയാണോ ഉദ്ദേശിച്ചത്, എന്താണ് ആ ആള് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലല്ലോ കോട്ട് ചെയ്ത് പറയാത്തത് കൊണ്ട്. ഇതെന്താ പറയുക, സംഭവിച്ച ഒരാൾക്കാണ്, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇയാളെ തന്നെയാണ്, അത് സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അവരെ കുറിച്ചല്ലല്ലോ, അവരെ കുറിച്ച് പറഞ്ഞ ആൾക്കാരെ കുറിച്ചാ. നമ്മള് ആ ഒരു ഇൻസിഡന്റിനെ എടുത്ത് വീഡിയോ ആക്കി അവര് മുതലാക്കുന്ന കാണുമ്പോഴാണ് നമ്മൾ അതിനെ പ്രതികരിച്ചത്. ഇനി അത് ചെയ്യാനുള്ളൊരു ഒരു രീതിയിലുള്ള പോയിന്റും ഇവരുടെ ഭാഗത്തില്ല. ഈ വീഡിയോ ചെയ്തവർ, അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടവർ, അല്ലെങ്കിൽ റീൽസ് ചെയ്തവർ, കമന്റ് ഇട്ടവർ, ഇവരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങൾക്ക് അതിനുള്ള അവകാശം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതിന് ഒരു പോയിന്റ് പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. ഇനി അതിലുള്ള മറ്റു പോയിന്റ് എന്താ അറിയാ? അടുത്തത് ഇത് പിന്നെ പറയണ്ടേ, ഒളിച്ചു വെക്കണോ? അല്ല, അതിന് മുൻപ് വേറെ ഒന്നല്ലായിരുന്നോ ഇത് കണ്ടന്റ് യൂട്യൂബർ ആയതുകൊണ്ടാണോ എന്നുള്ളത്? യൂട്യൂബർ ആയതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം വന്നല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള ആൾക്കാരെ പറഞ്ഞപ്പോൾ പുള്ളി എന്നുള്ള ആണല്ലോ അവർ പറയുന്നത്. അതായത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആള് ഇപ്പോൾ CJP വിഷയത്തിൽ, അതായത് നീറ്റ് എക്സാമിന്റെ കാര്യത്തിലുണ്ടായ പ്രശ്നം, അങ്ങനെ സ്റ്റുഡൻസ് ഒരു പ്രക്ഷോഭത്തിനിറങ്ങി. അന്ന് ആള് യൂട്യൂബർ ആയിട്ടുള്ള ഒരാള് കുറച്ച് പോസ്റ്റുകൾ ഇട്ടു, സ്റ്റോറിയൊക്കെ. അന്ന് ആൾക്കാർ വളഞ്ഞിട്ടിട്ട് ആക്രമിച്ച ആളെ ഞങ്ങളന്ന് ഈ ഫേമസ് യൂട്യൂബറെ ഭയങ്കരമായിട്ട് വിമർശിച്ച ആൾക്കാരാ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനല്ല പോയത്, ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ യൂട്യൂബർ എന്നുള്ള എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചോ അവിടെ അത് ആള് ചെയ്തത്, ആള് പറഞ്ഞതും ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണെന്ന്. അത് നമ്മളും അതിന്റെ ഒപ്പം തന്നെ ഈ ബാക്കി കൂടിയ ആൾക്കാരുടെ കൂടിയ ആൾക്കാർ. കാരണം നമ്മളെ യൂട്യൂബർ ആണല്ലോ, എന്നാ പിന്നെ അവിടെ രക്ഷിച്ചേക്കാം, നമുക്ക് പോസിറ്റീവ് പറഞ്ഞേക്കാം എന്നുള്ള സാധനം നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കലുമില്ല. പിന്നെ മാത്രല്ല, ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോ അപ്പോഴും ഇപ്പൊ വിമർശിക്കാനുള്ള വീഡിയോ ഇട്ടുള്ളത്, അവരെ കുറിച്ച് വിമർശിക്കുന്ന വീഡിയോ ചെയ്തിട്ട് പോലും അവരുടെ ഫോട്ടോയോ അവരുടെ പേരോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇപ്പൊ പോലും പറഞ്ഞിട്ടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് കാരണം ഇവരൊക്കെ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് കാരണം അവർക്കൊരു 4-5 വ്യൂ കുറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പ്രതിഷേധിക്കാനുള്ളത് പ്രതിഷേധിക്കും, അതത്രേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം ഇതൊക്കെ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പോണ്ടാണ് അവർക്ക് കിട്ടിയതും ഉണ്ടാക്കിയതൊക്കെ പോകുന്നത്. അത് അങ്ങനെ ആയി പോവല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഇത്രയും മോശം, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇത്രയും മോശമായിട്ട് വന്ന് വീഡിയോ ചെയ്യരുത്. അത് അവർ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത അവരുടെ ഐഡന്റിറ്റിയാണ് ഇല്ലാണ്ടാക്കുന്നത്. ഏതൊരു യൂട്യൂബർ ആണെങ്കിലും, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെങ്കിലും, ഏതാണെങ്കിലും, സോഷ്യൽ മീഡിയ ഏതിൽ നിൽക്കുന്നവരാണെങ്കിലും അവർ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ആ ഫെയിം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തീർച്ചയായും. അതായത് ഇവരുടെ പേര് നമ്മൾ ആരെയും എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ വിമർശിച്ചവരെ പോലും, അതായത് ആ വിഷയത്തിൽ വീഡിയോ ചെയ്തവരായാലും ആരായാലും അവരെ ഞങ്ങൾ പേരെടുത്ത് പറയാതെ ഞങ്ങൾ വിമർശിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവരെയൊക്കെ പറഞ്ഞു തന്നെ ചെയ്യണമായിരുന്നു. ഞങ്ങൾ കാരണം ആർക്കെങ്കിലും ഒരു മോശം സംഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. ഞങ്ങൾ ഈ സംസ്കാരം വളരാൻ പാടില്ല. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ആവരുത്, ഇത് മാറ്റണം എന്ന് ഇത് മാറ്റിക്കൊണ്ടുവരണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ അനങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അപ്പൊ തന്നെ ക്യാമറ ഓണാക്കി വെക്കുക, വീഡിയോ. ഇത് എന്തൊരു മോശം കാലഘട്ടം എന്ന് ആലോചിച്ച് നോക്കുക. എടാ, അവരാരെങ്കിലും ആ 3 ആൾക്കാർ, ഇപ്പോ ആ പെൺകുട്ടി, അല്ലെങ്കിൽ അവൻ, അല്ലെങ്കിൽ കൊണ്ടുപോയ ആള്, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ആരെങ്കിലും വന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ പരാമർശിച്ചുണ്ടോ അങ്ങനത്തെ എന്തൊരു. അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിച്ച് അതിന്റെ ആ ഒരു റിയാക്ഷൻ ചെയ്യാനാണെങ്കിൽ പറ്റുമായിരുന്നു. ഇത് അങ്ങനത്തെ ഒരു കാര്യം പബ്ലിക്കലി ഒരു സംഭവം ഇവർ തന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഔചിത്യ ബോധമാണ്. അത് വേറെ കാര്യം. അങ്ങനെ വന്നാൽ തന്നെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതെ, മനസ്സുപോലെ ഇരിക്കും. അതെ, അതും ചെറ്റത്രാണെന്നാണ് ഞങ്ങൾ പറയാറുള്ളത്. അതെ, അതും ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ. അതെ, അതും ഓരോ രീതിക്കനുസരിച്ചാണ്. എങ്ങനെയാണോ സബ്ജക്ട് അതിനനുസരിച്ചാണ് അതിന്റെ കാര്യവും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ എങ്കിൽ പോലും അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാൾ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കമന്റെങ്കിലും ഒരാൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. ഇത് പറ്റില്ല. ഇപ്പോ മനോരമ ന്യൂസ് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത്
ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഇതിനെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വന്നപ്പോൾ അവർ ഈ ഒരു കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതുവരെ ഇവർ ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഇത് എന്ത് ചെയ്തിട്ടില്ല, പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ, അത് അവരുടെ ഫാമിലി വിഷയമാണ്. അതിലൊരു സമൂഹപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു കേസോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അത് പറയാൻ പറ്റില്ല, ഇവർക്ക് അത് ന്യൂസ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ധാരണ ഉണ്ട്. അതുകൊണ്ടാണത്. അപ്പോൾ ഇവർക്ക് ഈ മനോരമ ഇത് ഇട്ടപ്പോൾ ഇടാൻ കാരണമായ സംഭവം എന്താ അറിയോ, ഒരു തേർഡ് പേഴ്സൺ അടുത്തൊരാള് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് ആധികാരികതയാണ്. ഏത് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ അവർക്ക് ന്യൂസ് ഇടാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആ ആളെ കുറിച്ചാണ് പറയുന്നത്, അവരെ കുറിച്ചല്ല. പക്ഷെ അവരുടെ ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഇത് നമ്മൾ അതുപോലും ചെയ്തല്ല, മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിലൂടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. അടുത്തത് പറയുന്നത് ഇത് പിന്നെ പറയണ്ടേ എന്നുള്ള സാധനമാണ്. ഇതിന്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്, സെയിം ആണ്. അതായത് നമുക്ക് അത് നമ്മുടെ ഔചിത്യം പോലെ ഇരിക്കും. നമ്മൾ ഒരു സാധനം ഏത് കണ്ടന്റ് ആക്കണം, ഇത് എത്രമാത്രം മറ്റുള്ളവരുടെ ഇടയിലേക്ക് വന്നത് മോശമാണോ നല്ലതാണോ, ഇതൊക്കെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് ചെയ്യേണ്ട സാധനം. അത് ഇവർ പബ്ലിക്കായിട്ട് കൊടുത്തിരുന്നെങ്കിൽ, അതെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പാടില്ല. ഇത് ഒളിച്ചു വെക്കേണ്ട ഇത് അവരുടെ ഒരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കരുത്, ഇത് ഞങ്ങൾ ഇരുന്ന് പറയണോ? ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, ഇത് പറയണ്ടേ, ഇത് ഞങ്ങൾക്ക് അറിയണ്ടേ, നിങ്ങൾക്ക് അറിയണോ? അവിടെ അപ്പുറത്തുള്ള വീട്ടിലൊരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരെ, അതായത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം, നിങ്ങൾ ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത്, അവർ വഴി നിങ്ങൾ അത് അറിയണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടന്ന സംഭവം നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇതെന്താ, ഇത് ഒരു പ്രത്യേകതരം വൈകൃതമുള്ള ആൾക്കാരാണ് ഈ ടൈപ്പ് കമന്റ് ഇടുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മൾ അവരെ മോശം പറയുന്നതല്ല. ഇത് മറ്റൊരാളെ സംഭവങ്ങള് ഇതുപോലെ ഇരുന്ന് ഒരാള് പറയുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു മൈൻഡാണ്. എടാ ഒന്ന് ആലോചിച്ചോക്കണേ, ഒരു കേസോ അല്ലെങ്കിൽ ഒരു ലഹരി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റൊരു വീട്ടിൽ എന്തെങ്കിലും ഒരാൾ തേർഡ് പേഴ്സണായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. അപ്പുറത്തെ വീട്ടിലവന്റെ വീട്ടില് എന്താ നടക്കുന്നുള്ള അറിയാൻ വേണ്ടിട്ടേ ഞങ്ങൾക്ക് അറിയണ്ടേ, ഇത് കേക്കണ്ടേ, എന്ത് വൈകൃതമാണ് മനസ്സിലാക്കണം. ഒന്ന് മനസ്സിലാക്കണം. അതായത് വീട്ടിൽ അപ്പുറത്തുള്ള വീട്ടിലെ ഒരാള് എന്ത് ചെയ്തു, ഇത് അപ്പുറത്തെ വീട്ടുകാരൊന്നല്ല, എവിടെയോ ഇതിപ്പോ നമ്മളെ ഉദാഹരണമായിട്ട് പറയണേ, അപ്പുറത്തുള്ള വീട്ടിലുള്ള ഒരാള് കക്കൂസ് പോയി, അപ്പൊ നല്ല സൗണ്ട് കേട്ടു. അത് തുറന്നു നോക്കോ, അപ്പൊ നിങ്ങൾ എന്താണ് അവൻ കഴിച്ചത്, എന്തുകൊണ്ട്, എന്ത് കഴിച്ചപ്പോ അവനക്ക് ദഹിക്കാതെ വന്നപ്പോഴാണ് അവനക്ക് ഈ ഒരു സാധനം ഇങ്ങനെ രീതിയിൽ പുറത്തു വന്നത്? സത്യം. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അറിഞ്ഞോ, അതിന് നമുക്ക് ഇത്രേ ഉള്ളൂ. വാതിൽ തുറന്ന് നോക്കുക, കക്കൂസിന്റെ വാതിൽ തുറന്ന് നോക്കുക, അപ്പൊ അറിയും. ഇതിനെ പറയണ പേര് ഇത്രേ ഉള്ളൂ, പല വിധത്തിലുള്ള വൈകൃതങ്ങളാണത്. അതാണ്, അല്ലാണ്ട് വേറൊന്നും ഇതിനെ പറയാനില്ല. അടുത്തത് വേറെ കമന്റ് സെക്ഷനിൽ വന്ന് വീഡിയോ ചെയ്യാൻ പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യാം. അതായത് അതല്ല, അതിന് വേറെ ഉദാഹരണം പറയാം. പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യണോ? ഇപ്പോ ഫേമസ് ആയിട്ടുള്ള ആൾക്ക് എന്തോ സംഭവിച്ചു, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ അത് തേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഇവർ നേരിട്ട് ഇപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ബിഗ് ബോസ് സീസൺ 4 ഒരു മത്സരാർത്ഥി, അവരും മറ്റു സീസൺ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പബ്ലിക്കലി പബ്ലിഷ് ചെയ്ത് ജനങ്ങളിലേക്ക് സോഷ്യൽ മീഡിയ വഴി കൊടുത്തിട്ട് അങ്ങനത്തെ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് തന്നെ കൊടുക്കുന്ന സാധനം. രാഷ്ട്രീയമുണ്ട്, അവര് വിളിക്കുന്ന പത്രക്കാര്, അവര് സമ്മേളനം നടത്തുന്നു, നാട്ടുകാർക്ക് കാണാൻ വേണ്ടി തന്നെ കൊടുക്കുന്ന സാധനമാണ്. അവിടെ അലിഗേഷൻ ഉണ്ട്, അവിടെ പല പ്രശ്നങ്ങളുണ്ട്, മനസ്സിലാവുന്നുണ്ട്. വേറൊരു വ്യക്തി ഇന്ന രീതിയിൽ ചതിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവിടെ ഒരു ആരോപണം പ്രത്യാരോപണം ഒക്കെ ഉണ്ട് അവിടെ. ഇവിടെ അതൊന്നുമില്ല. അപ്പോ അങ്ങനത്തെ സാധനം എന്ത് ചെയ്യുന്നു, ഒരു ഫേമസ് ആയിരുന്ന ഒരാളാണ്, ആ ആളുടെ വൈഫിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ ഒരാളോട് പുഷ് വരാന്ന് കരുത്. ഇപ്പോ ഇവൻ ഭയങ്കര ഫേമസ് ആണ്, ഞാനും ഫേമസ് ആണ്. അപ്പോ ഇവനോട് പറയാണ്, എന്റെ ആരെങ്കിലും കുറിച്ച് ഒരാളെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ പ്രശ്നമല്ല, ഇതെങ്ങനെ ഉദാഹരണം പറയാം, സിമ്പിൾ ആയിട്ട് പറയാം, ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇപ്പൊ ഈ കമന്റ് ഇട്ട ഒരാള് ഫേമസ് ആണെന്ന് കരുത്. അപ്പോൾ ആ ആള് എപ്പോഴും വീഡിയോ ചെയ്യുന്ന ആളാണ്, ഇങ്ങനത്തെ റിയാക്ഷനൊക്കെ, എന്ത് സംഭവം അവിടെ ഉണ്ടായി അതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവർക്ക് തീർച്ചയായും ഒരു വിഷയം വരുമ്പോൾ ജനങ്ങൾക്ക് അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി വരുന്ന എന്ത് കാര്യം വന്നാലും ഇവരൊന്ന് പുഷ് ചെയ്യും. നിങ്ങൾ ഇന്നത് അറിഞ്ഞില്ലേ,
ആ വീഡിയോ ചെയ്യണം കേട്ടോ എന്ന്. അപ്പൊ അങ്ങനെ പുഷ് ചെയ്ത എല്ലാ വീഡിയോയും ചെയ്യുന്ന ഒരാൾക്ക് ആളോട് ചോദിക്കണം, ഒരു 10 ഫേക്ക് ഐ ഡി ആയിക്കോട്ടെ, 10 ഫേക്ക് ഐ ഡിയിൽ നിന്ന് കമന്റ് ചെയ്യുന്നു, ഒരേ കമന്റ് പുഷ് ചെയ്യാണ്. എന്ത്, നിങ്ങളുടെ വൈഫ് ആള് കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ പെങ്ങള് ഇന്ന സമയം മുതൽ 3 മണി മുതൽ 4 മണി വരെ ഒരു ഷോപ്പിലേക്ക് കയറിപ്പോന്ന് കണ്ടു. ഇറങ്ങി വരുന്ന സമയത്ത് ആളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിയ സഞ്ചി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയണം ആ 1 മണിക്കൂർ അവരവിടെ എന്തൊക്കെ ചെയ്തു. ഇത് പുഷ് ചെയ്യാണ് കുറെ ആൾക്കാരെ. നിങ്ങള് അവിടെ നടന്ന എല്ലാം, അതായത് ഇന്ന സമയത്ത് അവിടെ കയറി, ആദ്യം വലതുകാല് വെച്ചിട്ടാണ് കയറിയത്. ആ സഞ്ചിയിൽ ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ആ സാധനങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ആരൊക്കെ കണ്ടു ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതൊരു വലിയൊരു പുഷാണല്ലോ. ഇത് കുറെ ആൾക്കാർ ഇത് അറിയണം എന്ന് പറഞ്ഞ് പുഷ് ചെയ്യാണ്. ആ ആള് ഇതെല്ലാം ചെയ്യുന്ന, പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യുന്ന ആള് ഇതും ചെയ്യാൻ നിർബന്ധിതനാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യോ? ഈ ചെയ്യുന്ന ആള്, പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാര് ഇത് ചെയ്യുമെന്നാണ് ചോദ്യം. മറ്റുള്ള വേറൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട്. അതെ അതെ അതെ, അവരോടല്ല ചോദിച്ചത്. അതെ അതെ, അങ്ങനല്ല, മൊത്തത്തിലാണ് ചോദിച്ചത്. ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട്, അവരെ നമ്മൾ ഇതിനകത്ത് കണക്ക് കൂട്ടുന്നില്ല. അല്ല, ഇതല്ല, ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നു. ഇപ്പോ ഇങ്ങനത്തെ പ്രശ്നം അവിടെ ഉണ്ടായി എന്ന് അറിയുമ്പോൾ കുറെ പുഷ് വരികയാണ് കമന്റ്സ് സെക്ഷനിൽ, അത് ചെയ്യുന്നു. എടാ, അങ്ങനെ കമന്റ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾക്ക് ഇപ്പൊ കുറെ പുഷ് വന്നാൽ, ഞങ്ങൾക്ക് പുഷ് വരുന്നുണ്ട്, നിങ്ങളത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്ന് നമ്മൾ പ്രതികരിക്കുന്ന ആൾക്കാർ പല രീതിയിലും പ്രതികരിക്കുന്ന സമയങ്ങളിൽ, എപ്പോഴും ചെയ്യുന്ന ആൾക്കാരൊന്നല്ല, എങ്കിലും ഞങ്ങൾ പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ നമുക്ക് ഭയങ്കര പുഷ് വരലുണ്ട്. അത് വേണോ വേണ്ട എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, നമ്മുടേതാണ് തീരുമാനം, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പുഷ് വന്നാൽ ചെയ്തേ മതിയാകുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ രീതിയിലുള്ള 5 പുഷ് വന്നാൽ ചെയ്യോ ഇല്ലയോ? അതാണ് ചോദ്യം. 3 മണി മുതൽ 4 മണി വരെ എന്റെ വൈഫ് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട്, അതായത് ഞങ്ങൾ കണ്ടു, നാട്ടുകാരെ അറിയണല്ലോ. അത് പുഷ് ചെയ്താൽ അപ്പൊ പറയണം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏത് ഇതിന്റെ ഒരു അല്ലേ, പുഷ് ചെയ്താൽ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അടുത്തത്. പ്രതിഷേധമാണെങ്കിൽ എഴുതി പോസ്റ്റ് ചെയ്താൽ പോരെ, വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് അതിലും വലിയ വിറ്റ്. പ്രതിഷേധം എഴുത്ത് മാത്രം, അതാണ് അത് നമുക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെ പറയും, ഞങ്ങൾക്ക് അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈസി ഇതാണ്. ഞങ്ങളുടെ ഒരു ഇതിലേക്കുള്ള ഒരു എങ്ങനെയാണ് ഞങ്ങളെല്ലാ പ്രതികരണവും ഞങ്ങൾ വീഡിയോ വഴിയോ ചെയ്യാറ്, അല്ലാതെ അവിടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ പ്രതികരിക്കുക? ഞങ്ങൾ പ്രതികരിക്കുന്നത് പല രീതിയിലല്ലേ ആൾക്കാരും പല രീതിയിലാണ് പ്രതിഷേധിക്കുക. ഇപ്പോ പ്രതിഷേധം അറിയിച്ച് പോസ്റ്റ് ഇടുന്ന, ഇപ്പൊ അപ്പുറത്തുള്ള ഭാഗം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തത് മോശമാണെന്നുള്ള രീതിയിലുണ്ടല്ലോ. വീഡിയോ ചെയ്തത് മാത്രമല്ല, പോസ്റ്റ് ഇട്ടവരുണ്ട്, കമന്റ്സ് ഇട്ടവരുണ്ട്, ഇതൊക്കെ എഴുതിയിട്ടവരാണല്ലോ എല്ലാം. അതെ, അത് ചെയ്തവരൊക്കെ അതെ. അപ്പൊ ആ ആൾക്കാരുടെ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രതിഷേധം. അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്നവരുണ്ട്, എഴുതിയിടുന്നവരുണ്ട്, ചിലപ്പോ സ്വന്തം സുഹൃത്തിനോട് പറയലുണ്ടാവുള്ളൂ, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു ജസ്റ്റ് പ്രതിഷേധിക്കും അവര് ദേഷ്യത്തോടെ. എന്താണ് അവർക്ക് നാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രതിഷേധിക്കും. അങ്ങനെ പലരും പല രീതിയാണ്. ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുത്ത മാർഗം. അതിന് വേറെ കാരണം കൂടി ഉണ്ട്. അതായത് ഞങ്ങളെ പോലെയുള്ള യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അവർക്കെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് ഈ വഴി തന്നെ മതി. അതെ, യൂട്യൂബ് തന്നെയാണ് ഞങ്ങൾക്ക് വഴി തിരിച്ചു പ്രതികരിക്കുക. ഇത് മാത്രല്ല, നമ്മൾ ഈ പ്രതിഷേധിക്കുന്നത് എന്തിനാ? പ്രതിഷേധം അറിയണം എന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അറിയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നേരിട്ടെത്തിക്കണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ വഴി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പ്രതിഷേധിച്ചത്. ഇനി പ്രതിഷേധമല്ല കണ്ടന്റിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടക്കത്തിൽ ഈ വീഡിയോന്റെ മുമ്പ് കുറെ വിശദീകരണം തന്നിട്ടുണ്ട്. അതാണ് ഇനി അടുത്തത്. ഈ വിഷയത്തിൽ മാത്രം എന്താണ് പ്രതികരണം? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ, അത്രേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചില സാധനങ്ങളേ ഉള്ളൂ നമുക്ക് പ്രതികരിക്കണം. അതായത് ഇത് ചെയ്യരുത്, ഇതിനി ഇങ്ങനെ ഉണ്ടാവരുത് എന്ന് നമുക്ക് തോന്നും. നമ്മളിങ്ങനെ എല്ലാത്തിനും പ്രതിഷേധിക്കുന്ന ആൾക്കാരല്ലാന്ന് അത് നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാം ഇവര് കാര്യമുള്ള കാര്യത്തിന് വന്ന് പ്രതികരിക്കുമെന്നും. അത് നമ്മള് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, കിട്ടിയവരും ഉണ്ട്, വാങ്ങിച്ചവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. അത് വേറെ, അത് ചെയ്യാറുമുണ്ട് ഞങ്ങൾ. കാരണം നമ്മുടെ ആത്മാഭിമാനത്തിന്റെ മുകളിൽ കയറി ഒരുത്തം നിൽക്കുമ്പോ പിന്നെ നമുക്ക് ചെയ്തല്ലേ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അത് മേടിച്ചിട്ടുള്ളവരും ഉണ്ട് കേട്ടോ, സത്യസന്ധം. അത് ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു സംസ്കാരം, അതായത് ഫേമസ് ആണെന്ന് കരുതി അവരുടെ വീട്ടില് സാധാരണ പോലെ നടക്കുന്നൊരു കാര്യം അതുപോലും ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു ലെവല് വന്നാൽ ഇതിപ്പോ സത്യത്തിൽ ഇത് കേസ് കൊടുക്കാൻ പറ്റും.
പിന്നെന്താ, അതായത് ഈ വിഷ്വല് പ്രചരിപ്പിച്ച ഇവർക്കെതിരെ വീഡിയോ ചെയ്ത പേഴ്സണലി ഇവരെ വീഡിയോ ചെയ്ത ഏതൊരാൾക്കെതിരെയും കേസ് കൊടുക്കാം. ശരിക്കും പക്ഷെ കൊടുക്കണം. പക്ഷെ എന്താണെന്നറിയോ, ഇതെങ്ങനെ ആവുന്നതെന്നറിയോ, ഇപ്പൊ കേസ് പോലും നിലനിൽക്കാത്ത ലെവലിലേക്ക് സംസ്കാരം വളരുന്നു. പിന്നെ എല്ലാരും ഇതിനായിട്ട് അതാ പറഞ്ഞേ, ഇതിപ്പോ ഒരാൾക്കെതിരെ കൊടുക്കാൻ പറ്റില്ലല്ലോ. എത്ര ആൾക്കാർക്കെതിരെ. ഇത് അതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അത്രേ ഉള്ളൂ. പോട്ടെ, ബൈ.